നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ബഹ്റിനിൽ മാർച്ച് 4 നാളെ മുതൽ അസ്ഥിരമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ കാലാവസ്ഥാ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മാർച്ച് 9 ഞായറാഴ്ച വരെ ഇടയ്ക്കിടെ മഴ പെയ്യുമെന്നും അറിയിപ്പിൽ പറയുന്നു. ന്യൂനമർദ്ദം അടുക്കുന്നതിനാൽ ചിലയിടങ്ങളിൽ മാർച്ച് 6 വ്യാഴാഴ്ച മുതൽ മഴയോടൊപ്പം ഇടിമിന്നലുണ്ടാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും ഉണ്ടാകാമെന്നതിനാൽ പൊതുജനങ്ങളും മത്സ്യബന്ധനത്തിനും മറ്റുമായി കടലിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ജനങ്ങൾ കാലാവസ്ഥാ വിഭാഗം നൽകുന്ന വാർത്തകൾ പിന്തുടരണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. റമദാൻ മാസത്തിൽ ഭക്ഷണം പാഴാക്കുന്ന പ്രവണത കൂടുതലായി കണ്ടുവരുന്നതിനാൽ ഭക്ഷണങ്ങൾ കരുതലോടെ ഉപയോഗിക്കുവാൻ നിർദ്ദേശവുമായി ബഹ്റിനിലെ അധികൃതർ. ഇതിനായി റെസ്റ്റോറന്റുകൾ, സൂപ്പർമാർക്കറ്റുകൾ, മറ്റ് ബിസിനസ് സംരംഭങ്ങൾ എന്നിവയുമായി ഏകോപിപ്പിച്ച് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ആഡംബര ഇഫ്താറുകളും അത്താഴവും കുറക്കണമെന്നും ഉന്നത മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ പൌരന്മാരോട് താമസക്കാരോടും ആഹ്വാനം ചെയ്തു. റമദാനിൽ വാങ്ങുന്ന ഭക്ഷണത്തിന്റെ 35% പാഴാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പൊതുജനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങാനായി ഷോപ്പിംഗ് നടത്തുമ്പോൾ ശ്രദ്ധ ചെലുത്തണമെന്നും സദേൺ മുനിസിപ്പൽ കൌൺസിൽ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. തൊഴിലിടങ്ങളിലെ നിയമസുരക്ഷാ ലംഘനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി ബഹ്റിൻ തൊഴിൽ മന്ത്രാലയം. സുരക്ഷാ നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജോലി സ്ഥലങ്ങൾ, താമസ സ്ഥലങ്ങൾ, മറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മന്ത്രാലയം പരിശോധനയിൽ കണ്ടെത്തിയ ലംഘനങ്ങളെ ചൂണ്ടിക്കാട്ടി സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിലാണ് തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ബഹ്റിനിലുടനീളമുള്ള ജോലിസ്ഥലങ്ങളിലെ അപകട സാധ്യതകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അവബോധം മെച്ചപ്പെടുത്താനും തൊഴിലിടങ്ങളിലെ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും സൈറ്റ് സൂപ്പർവൈസർമാരുമായും തൊഴിൽ മന്ത്രാലയം നടത്തിയ വർക്ക്ഷോപ്പിൽ തൊഴിലാളികളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ബിസിനസ്സുകൾ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ മന്ത്രാലയം പറഞ്ഞു. പരിക്കേൽക്കാനോ മറ്റ് അപകടങ്ങൾക്കോ കാരണമായേക്കാവുന്ന ലംഘനങ്ങൾ കണ്ടെത്തിയവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. നൂറു സാദാത്ത് സയ്യിദ് ബയാർ തങ്ങൾ നേതൃത്വം നൽകുന്ന സ്വലാത്ത് മജ്ലിസും ആത്മീയ സമ്മേളനവും മാർച്ച് 7 വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ഉമലസം ബാങ്കോക്ക് ഹാളിൽ സംഘടിപ്പിക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാവരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതായി സ്വാഗത സംഘം ചെയർമാൻ റസാഖ് ഹാജി ഇടിയങ്ങര, കൺവീനർ അഹമ്മദ് സഖാഫി, ഫിനാൻസ് കൺവീനർ അസ്കർ താനൂർ എന്നിവർ അറിയിച്ചു. സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ വർഷം തോറും നടത്തിവരാറുള്ള ഇഫ്താർ സംഗമത്തിന് തുടക്കമായി. ദിനംപ്രതി 600ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമത്തിന് സമസ്ത ബഹ്റൈൻ കേന്ദ്ര ആസ്ഥാനമായ മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. റമദാനിൽ എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് യാസീൻ പാരായണത്തോടുകൂടി ആരംഭിക്കുന്ന നോമ്പുതുറ സംഗമത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ നസ്വീഹത്തിനും ദുആയ്ക്കും നേതൃത്വം നൽകും. സമസ്ത ബഹ്റൈൻ വർക്കിംഗ് സെക്രട്ടറി കുഞ്ഞഹമ്മദ് ഹാജി, ഹാഫിൽ ഷറഫുദ്ദീൻ മൗലവി, ഫാസിൽ ഹാഫി, സമസ്ത ബഹ്റൈൻ മനാമ കമ്മിറ്റി ഭാരവാഹികൾ, SKSS ബഹ്റൈൻ വിഖായ പ്രവർത്തകർ തുടങ്ങിയവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി വരുന്നു. BKSF റമദാൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം BKSF രക്ഷാധികാരി സുബൈർ കണ്ണൂർ വിവിധ രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. കോവിഡ് കാലം മുതൽ റമദാനിൽ പുണ്യമാസത്തിൽ അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ സ്വദേശി വനിതാ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ നൽകി വരുന്ന റമദാൻ കിറ്റുകളുടെ വിതരണമാണ് ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ വിപുലമായി നടക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ അമ്പലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BKSF ചാരിറ്റി വിംഗ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മാഹൂസിലാണ് പരിപാടി നടന്നത്. മനാമ സെൻട്രൽ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന അൽ ബുസ്താനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റദ അബ്ദുൽ ഹസനെ മനാമ സെൻട്രൽ മാർക്കറ്റ് MCMA ഭാരവാഹികൾ ആദരിച്ചു. ബഹ്റൈനിലെ തന്നെ 50 വ്യവസായികളിൽ നിന്നുമാണ് അൽ ബുസ്താനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റദ അബ്ദുൽ ഹസനെ തിരഞ്ഞെടുത്തത്. പുണ്യ റമദാനോടനുബന്ധിച്ച് കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച KPA സ്നേഹസ്പർശം 16ാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. 50ൽ പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ KT സലിം മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി റാഫി പറവൂർ സ്വാഗതവും ഏരിയ ട്രഷറർ സുജേഷ് നന്ദിയും രേഖപ്പെടുത്തി. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, വൈസ് പ്രസിഡന്റ് കോയിവള മുഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറി അനിൽകുമാർ, ബ്ലഡ് ഡൊണേഷൻ കൺവീനർമാരായ VM പ്രമോദ്, നവാസ് ജലാലുദ്ദീൻ, ഏരിയ കോർഡിനേറ്റർ പ്രദീപ് എന്നിവർ ആശംസകൾ നേർന്നു. KPA സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി, പ്രവാസി സ്ത്രീ അംഗങ്ങൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. ഹമദ് ടൗൺ ഏരിയ ജോയിന്റ് സെക്രട്ടറി ബിനീത അജിത്, വൈസ് പ്രസിഡന്റ് വിനോദ് പരവൂർ, ഏരിയ എക്സിക്യൂട്ടീവ് രജിത് സജികുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. BMC ന്യൂസിലൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. യുഎഇയിലെ റാസൽ ഖൈമയിലേക്ക് കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ച് ഇൻഡിഗോ എയർലൈൻസ്. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് നേരിട്ടുള്ള സർവീസുകളാണ് തുടങ്ങുക. മാർച്ച് 15 മുതലാണ് ഇൻഡിഗോ കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുക. കേരളത്തിൽ നിന്നും യുഎഇയിലേക്കുള്ള പ്രവാസി യാത്രക്കാർക്ക് ഏറെ ഗുണകരമാണ് പുതിയ സർവീസ്. പുതിയ സർവീസുകൾ കൂടിയാകുമ്പോൾ ഇൻഡിഗോയുടെ കേരളത്തിൽ നിന്ന് യുഎഇയിലേക്ക് നേരിട്ടുള്ള സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ 49 എന്നതാകും. ഇന്ത്യക്കും യുഎഇക്കും ഇടയിൽ ആകെ 250 പ്രതിവാര സർവീസുകളാണ് ഇൻഡിഗോ നടത്തുന്നത്. യാത്രക്കാർക്ക് ഇൻഡിഗോയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 97ാമത് ഓസ്കർ അവാർഡ് പ്രഖ്യാപനത്തിൽ തിളങ്ങി അനോറ. 5 പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് ലഭിച്ചത്. അനോറയിലെ അഭിനയത്തിലൂടെ മൈക്കി മാഡിസൺ മികച്ച നടിക്കുള്ള ഓസ്കർ കരസ്ഥമാക്കി. മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം ദ ബ്രൂട്ടലിസ്റ്റിലൂടെ എഡ്രീൻ ബ്രോഡി നേടി. മികച്ച ചിത്രമായി അനോറയെ തിരഞ്ഞെടുത്തു. മികച്ച സംവിധാനം, മികച്ച തിരക്കഥ, മികച്ച ചിത്ര സംയോജനം എന്നീ പുരസ്കാരങ്ങളും അനോറയിലൂടെ ഷോൺ ബേക്കറിന് ലഭിച്ചു. അതേസമയം മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്നത് ഓസ്കർ നേടി. ഇന്ത്യൻ പ്രതീക്ഷയായി ഉണ്ടായിരുന്ന അനുജയ്ക്ക് പുരസ്കാരമില്ല. 13 നോമിനേഷനുകളിലുണ്ടായിരുന്ന ഫ്രഞ്ച് ചിത്രം എമീലിയ പെരസിന് 2 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. ഇന്നത്തെ സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമയിലെ അക്രമവാസന പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. സിനിമയിൽ എടാ മോനെ എന്ന് വിളിച്ച് റൌഡി ഗ്യാങ്ങിനൊപ്പം വിദ്യാർത്ഥികൾ പോയതുപോലെ ചില കുട്ടികൾ പോയതായി പോലീസ് റിപ്പോർട്ട് കിട്ടിയിരുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹിക ബോധവും രാഷ്ട്രീയ സാക്ഷരതയുമുള്ള ക്യാമ്പസുകൾ വേണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സമൂഹത്തിന്റെ എല്ലാ ധാരയും ചേർന്നുള്ള ഒരു ക്യാമ്പയിൻ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതി. പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ തന്നെയാണ് ഇവർക്കായി പരീക്ഷാ കേന്ദ്രം ഒരുക്കിയത്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 85ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ഷഹബാസ് വധക്കേസിൽ പ്രധാന പ്രതിയുടെ പിതാവിനെയും പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേരളമെങ്ങുമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടെ പരീക്ഷാ ഹാളിലേക്ക് എത്തിയപ്പോൾ സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായി ജീവൻ പൊലിഞ്ഞ ഷഹബാസിനെ കുറിച്ചുള്ള കണ്ണീരോർമ്മകളിലാണ് പ്രിയപ്പെട്ടവർ. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പല വിധത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ, പോലീസുമായുള്ള സംഘർഷം, ഇതിനെല്ലാം നടുവിൽ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 പേരും SSLC പരീക്ഷ എഴുതി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അനുമതി നൽകിയിരുന്നെങ്കിലും കനത്ത പ്രതിഷേധം ഉറപ്പായതിനാൽ ഇവർ പഠിച്ചിരുന്ന താമരശ്ശേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവരെ പരീക്ഷയ്ക്ക് എത്തിക്കാനാകില്ലെന്ന് വ്യക്തമായതോടെ മറ്റു സാധ്യതകൾ പോലീസും വിദ്യാഭ്യാസ വകുപ്പും തേടിയിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിവേഗം ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ ഇന്ത്യയിലെ തെക്കുകിഴക്കൻ മേഖലകളിലെ 15 തുറമുഖങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.